Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എല്ലാവരും നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഏതായിരുന്നു എടുത്തിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സില് കാലാവസ്ഥയും വനങ്ങളും. ഓക്കെ, നോക്കിയിട്ടുണ്ടോ? ചോദ്യം ചോദിച്ചാൽ കിട്ടോ? നോക്കിയോ? ഇല്ല, ആർക്കൊരു അനക്കമില്ലല്ലോ. നോക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മുമ്പ് എടുത്തതാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ്, ഒരു റിവിഷൻ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഓർക്കുന്നുണ്ടോ? ആരൊക്കെ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിന്? എല്ലാവരും ഉണ്ടായിരുന്നു? എല്ലാവരും ജോയിൻ ആയിരുന്നു അന്ന്? ആളുകള് വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇല്ല, ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഏഷ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡം? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാ? ഏഷ്യയിലല്ലേ? ഏഷ്യൻ ഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ എണ്ണം അല്ലേ? ഒന്ന് പറഞ്ഞു, ഏതൊക്കെയാ 7 രാജ്യങ്ങൾ വരുന്നേ? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്. 7 അല്ലെ? ഏതൊക്കെയാ എണ്ണം? ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങളാണ് ഉള്ളത് ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേട്ടോ. അതിനകത്ത് 1 വരുന്നത് ഇന്ത്യ, 2 പാകിസ്ഥാൻ, പിന്നെ 3 എന്താ? മൂന്നാമത്തെ എന്താ? പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ പറയാ നേപ്പാൾ അല്ലേ? പിന്നെ എന്താണ്? ഭൂട്ടാൻ, പിന്നെ 5 ബംഗ്ലാദേശ് അല്ലേ? ശ്രീലങ്ക, 6 ശ്രീലങ്ക, 7 മാലിദ്വീപ്. നമ്മളൊരു ക്രമത്തിൽ പഠിച്ചു പോണോട്ടോ. ഞാനിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയിട്ടേ, പക്ഷെ ഇതിനകത്ത് അവൈലബിൾ അല്ല. ഇത് പെൻസിൽ പോലെ എടുത്തിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ഇതിനകത്ത് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് ബൈഹാർട്ട് ചെയ്യുന്നതിലും നല്ലത് എന്താണ്, അതൊന്ന് മനസ്സിലാക്കി പോയിന്റ് ഔട്ട് ചെയ്ത് ഒന്ന് വരച്ചു വയ്ക്കുക. ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക, ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. എന്നിട്ടൊന്ന് പോയിന്റ് ചെയ്യാത്തവരുണ്ടെങ്കില് എല്ലാവരും ചെയ്തതാണോ അത്? വനങ്ങളുടെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. വനങ്ങളുടെ ഞാൻ കംപ്ലീറ്റ് ആക്കാം കേട്ടോ, കംപ്ലീറ്റ് ആക്കാം. ഇത് ഞാൻ റിവിഷൻ പോലെ ചെയ്യുന്നതാണ്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും കംപ്ലീറ്റ് ആക്കാം. ഓക്കെ. ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. അടയാളപ്പെടുത്താത്തവരുണ്ടെങ്കിൽ ആദ്യത്തേത് ഇന്ത്യ കേട്ടോ, നമ്പർ 1 ഇന്ത്യ. ഓക്കെ. നമ്പർ 2 എന്താ ഞാൻ പറഞ്ഞത്? പാകിസ്ഥാൻ അല്ലേ? പിന്നെ 3 എന്താണ്? നേപ്പാള്. ഓക്കെ, നേപ്പാള്. പിന്നെ 4 ഭൂട്ടാൻ. നേപ്പാളിന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്താൽ മതി? ഭൂട്ടാൻ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. ഓക്കെ. ഇനി 5 ബംഗ്ലാദേശ്. ഓക്കെ. ഇനി 6 എന്താണ്? ശ്രീലങ്ക. ഓക്കെ. 7 മാലദ്വീപ് കേട്ടോ. തമിഴ്നാടിന്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ, അവിടെയായിട്ട് സൈഡിലായിട്ട് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. ശ്രീലങ്ക മറ്റേ എന്താ പറയാ, ഈ ഒരു ട്രയാങ്കിൾ അല്ല, ത്രികോണാകൃതിയാണല്ലോ, അതിന്റെ ഏറ്റവും അറ്റത്തായിട്ട് എന്ത് ചെയ്യണം? ശ്രീലങ്ക അടയാളപ്പെടുത്തണം കേട്ടോ, പുറത്തായിട്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മാലിദ്വീപ് അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ. ഇനി ഈ 7 രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലെ? ഓക്കെ. ഇനി ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് മാലിദ്വീപാണ് കേട്ടോ. ഏറ്റവും ചെറുത് മാലിദ്വീപാണ്. ഓക്കെ, മാലിദ്വീപാണ് ഏറ്റവും ചെറുത് കേട്ടോ. ഓക്കെ. പിന്നെ അഫ്ഗാനിസ്ഥാനൊന്നും ഇതിനകത്ത് വരുന്നില്ല. എന്തുകൊണ്ടാ? ചൈനയും അഫ്ഗാനിസ്ഥാനൊന്നും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വരുന്നില്ല. എന്തുകൊണ്ടാ വരാത്തെ? എന്താണ് വരാത്തെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? എന്തുകൊണ്ടാ വരാത്തെ? അഫ്ഗാനിസ്ഥാനും ചൈനയും ഒന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളല്ലേ ഇതൊക്കെ അല്ലേ? അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. അയൽ രാജ്യങ്ങളാണോ?
അതെ. അതെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരാത്തെ? ചിന്തിച്ചിട്ടില്ല അല്ലേ? അറിയാമോ? ഇനൂനി അറിയാമോ? ഇനൂനി കൈ പൊക്കുന്നുണ്ടല്ലോ. ഇല്ല, അറിയില്ല. അറിയില്ല അല്ലെ? അതായത് അഫ്ഗാനിസ്ഥാനും ചൈനയൊക്കെ പെടുന്നത് ഹിമാലയത്തിന് അപ്പുറത്താണ് കേട്ടോ. ഒരു ബൗണ്ടറി ഉണ്ട് ഹിമാലയം എന്ന് പറയുന്നത് അല്ലെ? ഒരു അതിർത്തിയായിട്ട് അവിടെ കിടക്കുന്നില്ലേ? അതിനപ്പുറത്താണ് എന്ത് ചൈനയും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് എന്ത് അവ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ലാത്തത്. ഇപ്പൊ മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായി. അല്ലെ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഉപദ്വീപിലേക്ക് വരാം അല്ലെ? ഉപദ്വീപും പറഞ്ഞിരുന്നതാണ്. ഇത് നിങ്ങൾക്കൊരു റിവിഷൻ ആവുകയും ചെയ്യും. ഈ ക്ലാസ്സിൽ ഞാൻ ഇത് എടുത്തപ്പോൾ ഇല്ലാത്തവർക്ക് എന്താണ് കൂടുതലായിട്ട് പഠിക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നേ. അപ്പൊ ഉപദ്വീപ് നമുക്കറിയാം അല്ലെ? വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പോർഷൻ ആണ് എന്ത് ഉപദ്വീപ് എന്ന് പറയുന്നത് അല്ലെ? നമുക്കറിയാം ആ ട്രയാങ്കിൾ അല്ലെ? ആ ഒരു ത്രികോണാകൃതിയുള്ള ആ ഒരു ഷേപ്പ് ആണ് എന്ത് ഇന്ത്യയുടെ ഉപദ്വീപിന്റെ ഭാഗമായിട്ട് വരുന്നത്. 3 വശവും എന്താണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭാഗത്തെയാണ് നമ്മള് ഉപദ്വീപ് എന്ന് പറയുന്നത്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭാഗം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കേ അതിർത്തി വിന്ധ്യയാണ്. വിന്ധ്യ പർവ്വതനിര. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കേ അതിർത്തിയാണ് വിന്ധ്യ. പടിഞ്ഞാറ് ഭാഗം എന്താ? ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗം എന്തായിട്ടാ വരിക? ഗുഹാർമോത്തി. ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗം കേട്ടോ. അറബിക്കടല്. അറബിക്കടല്. ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗം ചോദിക്കുമ്പോ നമ്മൾ അറബിക്കടലേ പറയാവൂ കേട്ടോ. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കേ അതിർത്തി നോക്കുമ്പോൾ ഇന്ത്യ, ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറേ അതിർത്തി നോക്കുമ്പോ അറബിക്കടൽ. അപ്പൊ കിഴക്കേ അതിർത്തി എന്തായിട്ടാ വരിക? കിഴക്കേ അതിർത്തി ബംഗാൾ ഉൾക്കടൽ. ബേ ഓഫ് ബംഗാളാണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എല്ലാവർക്കും അറിയാം അല്ലെ? ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ഏതാ? കന്യാകുമാരി. കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റമായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര ഏതാ? പശ്ചിമഘട്ടമാണ്. ഇന്ത്യൻ ഉപദ്വീപ് നമുക്കറിയാലോ ആ ഒരു പോർഷൻ, ആ ഒരു ത്രികോണാകൃതി എപ്പോഴും എന്ത് ചെയ്യാ മനസ്സിൽ കരുതുക. ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര എന്ന് പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് പശ്ചിമഘട്ടം. ഓക്കെ. അപ്പൊ ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പൂർവ്വഘട്ടമാണ് അല്ലെ? പൂർവ്വഘട്ടമാണ്. ഇനി നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോകത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? എത്ര പെർസെന്റേജ് വരിക ഇന്ത്യയുടെ ഭൂവിസ്തൃതി? ഇന്ത്യയുടെ 2.42% ഇനി ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 7ാം സ്ഥാനം അല്ലെ? അപ്പൊ വലിപ്പക്രമം ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് സ്ഥാനം ഏതാ? റഷ്യ, ചൈന, കാനഡ. റഷ്യ. പിന്നെ ആരാ? വലിപ്പക്രമം നോക്കിയേ. റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീല്, ഓസ്ട്രേലിയ, ഇന്ത്യ കേട്ടോ. ആദ്യം റഷ്യയാണ് വരുന്നത്, പിന്നീട് കാനഡ, പിന്നീട് ചൈന, പിന്നെ USA, ബ്രസീല്, ഓസ്ട്രേലിയ, ഇന്ത്യ. അങ്ങനെയാ വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി നമ്മളിപ്പോ പറഞ്ഞത് ഇന്ത്യൻ ഉപദ്വീപിനെ കുറിച്ചിട്ടാണ് അല്ലെ? ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാല് ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാ? ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാഗാന്ധി. അപ്പൊ ഇന്ത്യയുടെ തെക്കേ അറ്റോ? ഇന്ദിരാ പോയിന്റ്. ഓക്കെ. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റോ? കിബിത്തു. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റോ? ഗുഹാർമോത്തി. നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ചോദിച്ചപ്പോ ഗുഹാർമോത്തി ആണെന്ന്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമാണ് ഗുഹാർമോത്തി. ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറേ അറ്റം ഏതാ അപ്പൊ? അറബിക്കടൽ. പോവരുത് കേട്ടോ. ഉപദ്വീപ് എന്നും ചോദിക്കും, ഇന്ത്യ എന്നും ചോദിക്കും. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട്. ഓക്കെ.
ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടിയാണ്. ഭൂഖണ്ഡത്തിലെ എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് അല്ലെ? മൗണ്ട് എവറസ്റ്റ് ആണ്. ഉയരം എത്രയാ? എത്ര മീറ്റർ ആണ്? 88. 8848.86 മീറ്റർ അല്ലെ? ഓക്കെ. ഇനി ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. ആനമുടി അല്ലെ? 22. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ചോദിച്ചത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയാണ്, രണ്ടാമത് ചോദിച്ചത് എന്താ? ഇന്ത്യൻ ഉപദ്വീപിലെയാണ് അല്ലെ? രണ്ടും ഞാൻ ചോദിച്ചത് കൊടുമുടികളാ. ഓക്കെ. ആദ്യം ഒരാൾ പറഞ്ഞു ആനമുടി എന്ന് പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചോദിച്ചപ്പോ. അപ്പൊ തെറ്റിപ്പോവരുത്. ഉപഭൂഖണ്ഡത്തിലെ ആണെങ്കിൽ മൗണ്ട് എവറസ്റ്റും അതുപോലെ ഉപദ്വീപിലെ ആണെങ്കിൽ ആനമുടിയുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏതാ? മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റു ആണ് അല്ലെ? ഓക്കെ. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ. ഓക്കെ. ഇനി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? തെറ്റിപ്പോവരുത് കേട്ടാ. ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കി, ആലോചിച്ചു നോക്കി നിങ്ങള്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? മൗണ്ട് എവറസ്റ്റ് കേട്ടോ. മൗണ്ട് എവറസ്റ്റ് ആണ് കേട്ടോ ഹിമാലയത്തിലെ. ഇനി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാ? ഹിമാലയത്തിലെ ഏറ്റവും മൗണ്ട് കേറ്റു ആണോ? അല്ല, അത് കാരക്കോറം. ഹിമാലയത്തിലെ അത് കാഞ്ചൻജംഗ. ഏതാണ്? ഏത് ഭാഗമായിട്ട് വരും? മൗണ്ട് കേറ്റു കാരക്കോറം മലനിരകൾ. കാരക്കോറം പർവ്വതനിരയിലാണ് കേട്ടോ അത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കാഞ്ചൻജംഗ. തെറ്റിപ്പോവരുത് കേട്ടോ. ഏത് ഭാഗത്താ കാഞ്ചൻജംഗ ഉള്ളത്? സിക്കിമിലാണ്. കേട്ടോ, സിക്കിമിലാണ് കേട്ടോ. ആ ഭാഗം ഒന്ന് ഓർത്ത് വെക്കുക. മൗണ്ട് എവറസ്റ്റ് എവിടെ തന്നെയാ ഉള്ളത്? അതിന്റെ മുകളിലായിട്ടല്ലേ? നേപ്പാളല്ലേ? നേപ്പാളിലാണ് കേട്ടോ. പാക് അധിനിവേശ കാശ്മീരിലാണ് എന്ത്? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണെന്ത്? കാഞ്ചൻജംഗ. ഇന്ത്യയുടെ ഭൂപടത്തിലെ റൈറ്റ് സൈഡ് ഒന്ന് നോക്കുക. നേപ്പാള് അതുപോലെ തന്നെ സിക്കിം ഒക്കെ വരുന്ന പോർഷൻ നോക്കുക കേട്ടോ. അവിടെയാണ് എന്ത്? ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ രണ്ട് കൊടുമുടികളും അല്ലെങ്കിൽ രണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മൗണ്ട് എവറസ്റ്റും അതുപോലെ തന്നെ കാഞ്ചൻജംഗ. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇനി ഉയരം കൂടി രണ്ടാമത്തെ കൊടുമുടി ചോദിക്കുമ്പോ ഇല്ല. ഇനി ഇന്ത്യയുടെ വിസ്തീർണം ഒന്ന് പറഞ്ഞേ, ഒന്ന് റിവൈൻഡ് ചെയ്തേ. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാ വരുന്നത്? 32,263. 38 ആണോ? അത് കേരളത്തിന്റെ അല്ലേ? കേരളത്തിലല്ലേ? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ത്? ഇന്ത്യയുടെ വിസ്തീർണം വരുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ, അതാണ് പറഞ്ഞതല്ലേ, കേട്ടില്ല കേട്ടോ. ഇനി കരതിർത്തി എത്രയാ വരുന്നത്? ഇന്ത്യയുടെ കരതിർത്തി എത്രയാ വരിക? ഇന്ത്യയുടെ 15,200 കിലോമീറ്റർ ആണ് കരതിർത്തി വരിക കേട്ടോ.
ഇനി കടൽ തീരോ? കടൽ തീരം 7516 7516 എത്രയാ പറഞ്ഞേ? 13 16. ഓക്കെ, 7516 കേട്ടോ. 0.5 വരുന്നുണ്ട്. 7517 എന്നും പറയൂ കേട്ടോ. 7516.5 അങ്ങനെയാ വരുന്നത് കേട്ടോ. ഓക്കെ, ഓൾറൗണ്ട് നമ്മള് പറഞ്ഞാല് 7517 എന്നും കൂടി പറയാറുണ്ട്. അപ്പൊ നമ്മള് കേരളത്തിന്റെ കടൽ തീരം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ? എത്രയായിരുന്നു? 580. കേരളത്തിന് 580. ഇന്ത്യയുടെ എത്ര ഇപ്പൊ പറഞ്ഞത്? 7515 കേട്ടോ. 7515 കിലോമീറ്റർ. രണ്ടും തമ്മില് മാറിപ്പോകരുത്. ഓക്കെ, ഇപ്പോ ഇന്ത്യയുടെ അതായത് പഠിക്കുമ്പോ എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് നമ്മള് ഇന്ത്യയുടെ കാര്യം ഒരു പോയിന്റ് നമ്മൾ ഇന്ത്യയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാല് അതിനോട് കണക്ഷൻ ആയിട്ട് എന്ത് ചെയ്യുക? ആ പോയിന്റ് കേരളത്തിലും ഉണ്ടാവും. അതും കൂടി പഠിച്ചു വെക്കുക. അപ്പൊ എന്ത് ചെയ്യില്ല, നമുക്ക് അധികം പഠിക്കേണ്ടിയും വരില്ല, മാറിപ്പോകുകയുമില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താ പറഞ്ഞിരുന്നേ? ഇടവപ്പാതിന് എന്താ പറയാ? ഇടവപ്പാതി കാലവർഷം അല്ലെ? അതിന്റെ വേറൊരു എന്താ? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. അപ്പൊ മാറിക്കണ്ടോ? നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ പറഞ്ഞു അല്ലെ? തുലാവർഷം. അതിനെന്ത് വേറൊരു പേര് പറയും? വടക്ക് കിഴക്കൻ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നും പറയും അല്ലെ? ഓക്കെ. ഇനി തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാ? 3214. 3214 കിലോമീറ്റർ കേട്ടോ. 3214 കിലോമീറ്റർ. അപ്പൊ കേരളത്തിന്റേതാണെങ്കിലോ? 560 കിലോമീറ്റർ. ഓക്കെ, ഇനി കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്ര ഇന്ത്യയുടെ? കിഴക്ക് പടിഞ്ഞാറ് 2933. 2933 കിലോമീറ്റർ അല്ലെ? ഓക്കെ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? സിന്ധു നദി. സിന്ധു നദി. സിന്ധു ആണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. ഏതാണ് ഉപദ്വീപിലെ? ഗോദാവരി. ഗോദാവരി. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഗംഗ. ഗംഗ. ഓക്കെ, ഇനി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണെന്ത്? ഗോദാവരി. കാരണം എന്താ പറയുന്നേ? സിന്ധു പൂർണ്ണമായിട്ട് ഒഴുകുന്നുണ്ടോ? ഇന്ത്യയിലൂടെ പൂർണ്ണമായിട്ട് ഒഴുകുന്നുണ്ടോ? പൂർണ്ണമായിട്ട് ഒഴുകുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഇനി ബ്രഹ്മപുത്ര പൂർണ്ണമായിട്ട് ഒഴുകുന്നുണ്ടോ ഇന്ത്യയിലൂടെ? ഇല്ല. നദിയാ ഉള്ളത് അടുത്ത നമ്മൾ പഠിക്കുന്നേ? വലിയ നദി. അത് ഗോദാവരിയാണ് കേട്ടോ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണെന്ത്? ഗോദാവരി. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം. എത്ര രാജ്യങ്ങളുണ്ട് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? 9 രാജ്യങ്ങൾ അല്ലെ? ഓക്കെ, കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7. സമുദ്ര അതിർത്തി ആണെങ്കിലോ? 2. ഏതാണ് സമുദ്ര അതിർത്തി? അപ്പൊ 2 വരുന്നേ? മാലദ്വീപ്, ശ്രീലങ്ക. ശ്രീലങ്ക അല്ലെ? ഓക്കെ, ഇനി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാ? ചൈന. ചെറുതാണെങ്കിലോ? മാലദ്വീപ്. ഓക്കെ, ഇനി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ്. പങ്കിടുന്നത് ബംഗ്ലാദേശ്. എത്രയാണ്? 4096 കിലോമീറ്റർ കേട്ടോ. 4096 കിലോമീറ്റർ. ഇനി കുറവ് അതിർത്തിയാണെങ്കിലോ? അഫ്ഗാനിസ്ഥാൻ. അല്ലെ? എത്ര കിലോമീറ്റർ ആണ്? എത്രയാണെന്ന് അറിയാമോ? 106 കിലോമീറ്റർ കേട്ടോ. 106. ഓക്കെ, ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാ? ഇന്ത്യയുമായി കര അതിർത്തി വെക്കുന്ന ഏറ്റവും വലിയ രാജ്യം? ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണോ?
ഇന്ത്യയുമായി ചൈന ഏറ്റവും വലിയ വലുതാണ് ചോദിച്ചത് ചൈനയാണ് കേട്ടോ. ചെറുതാണെങ്കിലോ മാലദ്വീപ്. കര അതിർത്തി കര അതിർത്തി ഭൂട്ടാൻ. ഭൂട്ടാൻ ചെറുത് ഭൂട്ടാൻ കേട്ടോ. കര അതിർത്തി പങ്കുവെക്കുന്നതിൽ ഏറ്റവും ചെറുതാണ് ചോദിച്ചത് കേട്ടോ. ചെറുതാകുമ്പോ ഭൂട്ടാനാണ്. മാലദ്വീപ് വരില്ല, കാരണം മാലദ്വീപ് സമുദ്രാതിർത്തിയാണ്. ക്ലിയർ ആണോ? ഓക്കെ. കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളുടെ ക്രമം എന്ന് പറഞ്ഞ ഏതൊക്കെയാ രാജ്യങ്ങൾ വരിക? കര അതിർത്തി 7 എണ്ണം വരും അല്ലെ? കര അതിർത്തി ആവുമ്പോ ഏതൊക്കെയാ വരിക? ഒന്ന് ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. ചൈന വരും, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. ഇത്രയുമാണെന്ത് കര അതിർത്തി പങ്കുവെക്കുന്ന 7 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നൊന്ന് ഏതാണ്? പിന്നെ 2 വരുന്നത് സമുദ്ര അതിർത്തിയാണ്. ശ്രീലങ്കയും അതുപോലെ മാലദ്വീപും. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് 900 മീറ്ററിന് മുകളിലുള്ള ഭൂരൂപങ്ങളെ നമ്മൾ എന്ത് പേരിലാ വിളിക്കുന്നത്? 900 മീറ്ററിന് മുകളിലുള്ള ഭൂരൂപങ്ങള് മലനാടാണ്. ആണോ? മലനിരകളാണോ? എങ്ങനെയാ വിളിക്കുന്നത്? പർവ്വതങ്ങൾ എന്ന് വിളിക്കോ കേട്ടോ. 900 മീറ്ററിന് മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന അതിന്റെ പേര്, ആ ഭൂരൂപത്തിന്റെ പേരാണെന്ത്? പർവ്വതങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. 900 മീറ്ററിന് മുകളിലാണെങ്കിൽ ആ ഒരു ഭൂരൂപത്തെ നമ്മൾ പർവ്വതങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ. ഇനി അതുപോലെ തന്നെ 900-നും 600-നും ഇടയിൽ, 900-നും 600 മീറ്ററിനും ഇടയിലുള്ള ഭൂരൂപങ്ങളെ നമ്മൾ ഏത് പേരിലാ വിളിക്കുക? അപ്പോ ഏത് പേരിലാ വിളിക്കുക? 900 മീറ്ററിന് മുകളിലാണെങ്കിൽ പർവ്വതങ്ങൾ എന്ന് വിളിക്കും നമ്മൾ ആ ഭൂരൂപങ്ങളെ. ഇനി 900-നും 600-നും ഇടയിലാണ്, കുറച്ചും കൂടി താഴ്ന്നിട്ടാണ്, അതിനെ നമ്മൾ അതെ മലനിരകൾ എന്ന് വിളിക്കുക കേട്ടോ. മലനിരകൾ എന്നാ വിളിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഏറ്റവും ടോപ്പില് 900 മീറ്ററിന് മുകളിലും, അത് എന്തോരം അകലെയായിരിക്കും അല്ലെ, എന്തോരം ദൂരെയായിരിക്കും, നമ്മുടെ കണ്ണെത്താ ദൂരത്തായിരിക്കും അല്ലെ, അതിനെ നമ്മൾ പർവ്വതങ്ങൾ എന്ന് വിളിക്കും. പിന്നെ 900-നും 600-നും ഇടയിലാണെങ്കിൽ അതിനെ നമ്മൾ ഹിൽ എന്നാ വിളിക്കുക കേട്ടോ. മലകള് കേട്ടോ, ഹിൽ എന്നാ വിളിക്കുക, മലനിരകള്. ഇനി 600-നും 300-നും ഇടയിൽ, 600-നും ഇടയിൽ അതിനെ ഹിൽ എന്നൊക്കെ തന്നെയാ പറയാ, പക്ഷെ അതിന്റെ മുകൾ ഭാഗം പരന്നിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആ ഭൂരൂപത്തെ ഒരു പേര് വിളിക്കും, പീഠഭൂമിയാണ്. പീഠഭൂമി. ഓക്കെ, അത് ഹില്ല് തന്നെയാണ്, പക്ഷെ എന്താ, മുകൾ ഭാഗം പരന്നിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അതിനെ പീഠഭൂമി അഥവാ പ്ലാറ്റ്യൂ എന്ന് വിളിക്കുന്നു. എത്രയാണ് ഞാൻ മീറ്റർ പറഞ്ഞത്? 600-നും 300-നും ഇടയ്ക്ക്. ഓക്കെ. ഇനി 300-ൽ താഴെയാണ് ഉയരമെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? 300-ൽ താഴെയാണെങ്കിൽ കുന്നിൻ ചെരുവുകൾ. 300-ൽ താഴെയാണെങ്കിൽ സമതലങ്ങൾ. നൗസിയ നൗഫൽ പറഞ്ഞ ശരിയാണ് കേട്ടോ. സമതലം അഥവാ പ്ലെയിൻ എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ഉത്തരമഹാസമതലമൊക്കെ എത്ര മീറ്റർ താഴെയാണ് ഇരിക്കുന്നത്? 300 താഴെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, 300 മീറ്ററിൽ താഴെയാണ്. അപ്പൊ നമ്മുടെ പീഠഭൂമി ആണെങ്കിലോ, നമ്മുടെ ഉപദ്വീപ പീഠഭൂമി പഠിച്ചു കഴിഞ്ഞതല്ലേ അല്ലെ? പ്ലെയിൻ ഒക്കെ എത്ര മീറ്ററിന്റെ ഇടയിലാ വരുന്നേ? 600-നും 300-നും ഇടയിൽ. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ്, ഉത്തരപർവ്വത മേഖലയുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയാണ്? നെൽകൃഷി. എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ലോജിക് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ഉത്തരപർവ്വത മേഖല? നമ്മൾ ഉത്തരപർവ്വത മേഖല എടുത്തതല്ലേ? ആണോ? എടുത്തിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഉത്തരപർവ്വത മേഖല? ഇല്ല, അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തിട്ടില്ല അല്ലെ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അതിന്റെ എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ നോട്ട് ഒന്ന്, എനിക്ക് തോന്നുന്നു ഞാൻ, അപ്പൊ ഞാൻ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇതുണ്ടോ?
ഉത്തര മഹാസമതലമായിരുന്നോ, നദികളായിരുന്നോ, ഏതായിരുന്നു? ഹിമാലയൻ നദികളാണ് മിസ് സ്റ്റാർട്ട് ചെയ്തത്. വലിയ നദികളും എടുത്തു. എടുത്തതാണ് അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് എഴുതുന്നുണ്ട്? ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇല്ലല്ലേ? ഇതുണ്ട്. ഇതുണ്ട്. ഓക്കെ. അപ്പോ ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ഭാഗത്താണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ. അതിനകത്ത് നദികൾ എവിടം വരെയായിരുന്നു ഞാൻ എടുത്തിരുന്നത്? ഇന്ത്യൻ ഉപദ്വീപീയ നദികൾ എവിടെ വരെയായിരുന്നു എടുത്തിരുന്നേ? എവിടെ വരെ എടുത്ത് നിർത്തി? മഹാനദി എടുത്തു. മഹാനദി, ഗോദാവരി എടുത്തു അല്ലേ? ഗോദാവരി എടുത്തതാ. കാവേരി എടുക്കാന്ന് പറഞ്ഞു. കാവേരി എടുക്കാതെ കാവേരി മാത്രം. കാവേരി മിസ് എടുക്കാന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേജ് കാവേരിക്ക് വേണ്ടി വിടുക. ഓക്കെ, 2 പേജ് കാവേരിക്ക് വേണ്ടിയിട്ട് വിടുക. എന്നിട്ട് എന്ത് എഴുതാ? ഇത് എഴുതാ കേട്ടോ. ഓക്കെ. അപ്പൊ ഉത്തരപർവ്വത മേഖലയുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് ടൂറിസം ആണ്. എന്തുകൊണ്ടായിരിക്കും ടൂറിസം വരുന്നത് അവിടെ ഏറ്റവും കൂടുതൽ? എന്തായിരിക്കും ടൂറിസം വരാൻ കാരണം? എന്തുകൊണ്ടാ? ആലോചിച്ചാൽ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടാവും. എന്താ? സ്റ്റേഷൻസ്, കുന്നുകള്, തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഉണ്ട്, കൊടുമല്ലേ, ധാരാളം എന്താ പറയാ സുഖവാസ കേന്ദ്രങ്ങൾ ഉണ്ട് അവിടെ ഉത്തരപർവ്വത മേഖലയിൽ. അതുകൊണ്ട് തന്നെ എന്താണ്, ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് അവിടെയാണ്. അതുകൊണ്ടാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ടൂറിസം ആകാനായിട്ട് കാരണം. ഓക്കെ. അപ്പോ ഉത്തരപർവ്വത മേഖലയുടെ പ്രധാന ഉപജീവന മാർഗം ടൂറിസമാണ്. ഇനി നമുക്ക് ഉത്തര മഹാസമതലത്തിലേക്ക് വരാം. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ എന്തായിരിക്കും പ്രധാന ഉപജീവന മാർഗം? കൃഷി. കൃഷിയാണ് കേട്ടോ. കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗമായിട്ട് വരുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമി എന്തായിരിക്കും? നമ്മൾ പഠിച്ചതല്ലേ? തേയില, കാപ്പി. കാപ്പിയൊക്കെയാണോ? തേയില കൃഷി. ഉപദ്വീപീയ പരുത്തി കൃഷി. പരുത്തി കൃഷിയൊക്കെ ഉണ്ട്. എന്നാലും കൃഷികളാണോ? ധാതു ഖനനോട്ടോ, വ്യവസായം, ഖനനം. ഓക്കെ, ധാതു ഖനനം. ഏറ്റവും കൂടുതൽ ധാതുക്കളുള്ളത് ഏത് പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ്? ഏത് ഭൂപ്രദേശത്തിന്റെ? ഉപദ്വീപിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ധാതുക്കൾ ഖനനം ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ധാതു ഖനനമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രധാന ഉപജീവന മാർഗം. ഇനി അതുപോലെ തന്നെ ദ്വീപുകള് അല്ലെങ്കിൽ തീരസമതലം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗം എന്താ? മത്സ്യബന്ധനം. മത്സ്യബന്ധനം. ഓക്കെ, മത്സ്യബന്ധനം കേട്ടോ. മത്സ്യബന്ധനം. ഓക്കെ. അപ്പോ കുറച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഉത്തരപർവ്വത മേഖലയുടെ എന്തായിരുന്നു? സമതലത്തിന്റെ ആണെങ്കിലോ കൃഷി. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ ആണെങ്കിലോ? ഇനി തീരസമതലത്തിന് ദ്വീപുകൾക്കും കൂടി എന്താണുള്ളത്? ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഭൂപ്രകൃതി വിഭാഗം? ഉപദ്വീപീയ പീഠഭൂമിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എന്താ? ഉത്തരപർവ്വത മേഖലയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ഭൂപ്രകൃതി വിഭാഗം. ഓക്കെ, ഉയരം കൂടിയത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഉത്തരപർവ്വത മേഖല. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം? വലുത് ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമി. ഇനി ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഭൂപ്രകൃതി വിഭാഗം? ഉത്തരമഹാസമതലം. ഇനി എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം?
ഉത്തരമഹാസമതലം. ഓക്കെ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മലനിരയുടെ പർവ്വതനിരയുടെ പേരെന്താ? വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര. ആരവല്ലി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കേട്ടോ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഹിന്ദുക്കുഷാണോ? ഹിന്ദുക്കുഷാണ് കേട്ടോ, ഹിന്ദുക്കുഷാണ് കേട്ടോ. ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് കാണപ്പെടുന്ന പർവ്വതനിര. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടത്, ഞാൻ പറയാം. ഹിന്ദുക്കുഷ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഹിന്ദുക്കുഷ് ഉണ്ടല്ലോ, അത് എവിടെയാ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറാണ് ആ മലനിര സ്ഥിതി ചെയ്യുന്നത്. ആ മലനിരയിലെ, അതായത് ഹിന്ദുക്കുഷ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആർക്കെങ്കിലും അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഈ പർവ്വതനിര ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ? പാകിസ്ഥാനിലല്ലേ? എന്താ? പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലാണ്. ഈ പർവ്വതനിരയില് ഒരു കൊടുമുടി ഉണ്ട്, ധാരാളം കൊടുമുടികൾ ഉണ്ട്. അതിനകത്ത് ഉയരം കൂടിയ കൊടുമുടി ഉണ്ട് ഹിന്ദുക്കുഷിലെ. ഓപ്ഷൻ ഇല്ല, ഞാൻ പറയാം കേട്ടോ. തിരുച്ചി മീർ. തിരുച്ചി മീർ. ഞാനിവിടെ ടൈപ്പ് ചെയ്തത് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ഇല്ല. അല്ലേ? ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഹിന്ദുക്കുഷ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് തിരുച്ചി മീർ. അതിന്റെ ഉയരം വരുന്നത് 7708 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, 7708 മീറ്റർ. കേട്ടോ. അതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഹിന്ദുക്കുഷിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് നിങ്ങളോട് പേസി ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ നിങ്ങൾ ഇനി? തിരുച്ചി മീർ. ഹിന്ദുക്കുഷ് എന്ന് പറയുന്ന പർവ്വതനിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി ഹിന്ദുക്കുഷിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പർവ്വതനിരയുണ്ട്. ഓക്കെ, ആ പർവ്വതനിരയുടെ പേരാണ് സുലൈമാൻ പർവ്വതനിര. കേട്ടോ, കേട്ടിട്ടുണ്ടോ സുലൈമാൻ പർവ്വതനിര? ഇല്ല അല്ലെ? ഓക്കെ, അതായത് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ രണ്ട്, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ രണ്ട് പർവ്വതനിരകളും കാണപ്പെടുന്നത് സമാന്തരമായിട്ട്. അതിനകത്ത് സൗത്ത് പാർട്ട്, അതായത് തെക്ക് ഭാഗത്ത് ഹിന്ദുക്കുഷും അതിന്റെ തൊട്ടുമുകളിൽ വടക്ക് ഭാഗത്തായിട്ട് സുലൈമാനുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഹിന്ദുക്കുഷിലെ കൊടുമുടിനെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞു, അത് തിരുച്ചി മീറാണ്. എന്നാല് സുലൈമാൻ പർവ്വതനിരയില് ധാരാളം കൊടുമുടികളുണ്ട് ഇതുപോലെ തന്നെ. അവിടെയും ഉയരം കൂടിയ ഒരു കൊടുമുടിയുണ്ട്. ഓക്കെ, എവിടെയാ? സുലൈമാൻ പർവ്വതനിരയില്, ഹിന്ദുക്കുഷിന്റെ തൊട്ടുമുകളിലായിട്ട് കേട്ടോ. ആ കൊടുമുടിയുടെ പേരാണ് തഖ്ത് ഇ സുലൈമാൻ. കേട്ടോ, ടൈപ്പ് ചെയ്തിടാ കേട്ടോ. തഖ്ത് ഇ സുലൈമാൻ. തഖ്ത് ഇ സുലൈമാൻ. ഓക്കെ, ഇനി അതിന്റെ ഉയരം വരുന്നത് 3487 മീറ്റർ ആണ് കേട്ടോ. തഖ്ത് ഇ സുലൈമാന്റെ 3487 മീറ്റർ. കഴിഞ്ഞോ? എഴുതിയോ?
ഓക്കെ. ഇനി പൂർവാചലിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പൂർവാചൽ എവിടെയായിട്ടാ വരുന്നേ? പൂർവാചലില് കിഴക്ക് ഭാഗത്ത്. മ്യാൻമാറിന്റെ ഒക്കെ ഭാഗത്തായിട്ടാണ് വരുന്നത് അല്ലെ, പൂർവാചൽ എന്ന് പറയുന്നത്. അപ്പൊ പൂർവാചലിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പട്കായ്. കേട്ടിട്ടുണ്ടോ പട്കായ് മലനിരകള്? കേട്ടിട്ടുണ്ട്. പട്കായ് പൂർവാചലിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പട്കായ് കേട്ടോ. പട്കായ്. പട്കായ്. ഇനി ഈ പട്കായുടെ ഉയരം വരുന്നത് 3826 3826 കേട്ടോ. ഓക്കെ. മിസ് എവിടെയാണ് ഈ പട്കായി മലനിരകള്? പൂർവാചൽ കേട്ടോ മോള്, പൂർവാചൽ മ്യാൻമാറിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ പൂർവാചൽ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. ഉത്തരപർവ്വത മേഖലയാണ് കേട്ടോ പറയാൻ പോകുന്നേ. എഴുതുന്നുണ്ടോ നിങ്ങള്? കേൾക്കുന്നുണ്ട്. അപ്പൊ ഉത്തരപർവ്വത മേഖലയാ. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ഉത്തരപർവ്വത മേഖല എവിടം തൊട്ട് എവിടം വരെയാ വ്യാപിച്ചിരിക്കുന്നത്? എങ്ങനെ നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റും? എവിടെ തൊട്ട് എവിടം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് ഉത്തരപർവ്വത മേഖല? ഹിമാലയം മുകൾ ഭാഗത്ത്. ഓക്കെ, എന്തിന്റെ മുകൾ ഭാഗത്താണ് ഉത്തരപർവ്വത മേഖല? ആ ടോട്ടൽ ഭൂപ്രകൃതി വിഭാഗമാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന ആ ടോട്ടൽ ആയിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗത്തെയാണ് ഞാൻ ചോദിക്കുന്നത്. കിട്ടുന്നില്ല? ലഡാക്ക്, ജമ്മു കാശ്മീർ, ലഡാക്ക്. ജമ്മു കാശ്മീർ മ്യൂട്ട് ചെയ്യൂ. ജമ്മു കാശ്മീർ മുതല് ഇന്ത്യയുടെ, അതായത് ജമ്മു കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് മുതല് ഇന്ത്യയുടെ കിഴക്ക് ഭാഗം വരെ വ്യാപിച്ചിരിക്കുന്നതാണെന്ത്? ഉത്തരപർവ്വത മേഖല കേട്ടോ. ജമ്മു കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ്, നിങ്ങൾ ഓർക്കതൊന്ന് കേട്ടോ. മാപ്പില് ജമ്മു കാശ്മീർ എവിടെയാ? ഏറ്റവും മുകളിലായിട്ടല്ലേ, ലെഫ്റ്റ് സൈഡിലല്ലേ? അതിന്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ, അപ്പൊ കുറച്ചെന്താണ് മുകളിലോട്ട് പോകും കേട്ടോ. പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് വരുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗം വരെ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗം വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖല വ്യാപിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പോ ഒന്നും കൂടി പറയാം. ഇന്ത്യയുടെ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗം വരെ വ്യാപിച്ചിരിക്കുന്ന മേഖലയാണെന്ത്? ഉത്തരപർവ്വത മേഖല. ഇനി ഉത്തരപർവ്വത മേഖലയെ അത് സ്ഥിതി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരം തിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണത്? കാരക്കോറം, ലഡാക്ക്, ഹിമാലയം. ഉത്തരപർവ്വത മേഖലയെ അങ്ങനെയാണോ തിരിച്ചിരിക്കുന്നത്? ഹിമാലയൻ നിരകൾ, പൂർവാചൽ. കാരക്കോറം, ലഡാക്ക്, സസ്കറൻ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഉത്തരപർവ്വത മേഖലയെയാണ് നമ്മൾ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ
മലനിരകൾ. ഓക്കെ, അത് മൂന്നും ഉത്തരപർവ്വത മേഖലയുടെ കീഴിലായിട്ടാണ് വരിക. ഇപ്പൊ ഞാൻ പറഞ്ഞു ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞു, ഹിമാലയം എന്ന് പറഞ്ഞു, ഇനി ഇതെന്താണ് കിഴക്കൻ മലനിരകൾ എന്നും കൂടി പറഞ്ഞു. ഇനി ആദ്യം വരുന്നത് ഏത് വിഭാഗമാണ്? ട്രാൻസ് ഹിമാലയം അല്ലെ. ട്രാൻസ് ഹിമാലയത്തിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ട്രാൻസ് ഹിമാലയത്തില് 3 പ്രധാനപ്പെട്ട പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയം വരുന്നത്. ഓക്കെ, ട്രാൻസ് ഹിമാലയം വരുന്നത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്യാം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ആ ബുക്ക്. അതായത് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് ട്രാൻസ് ഹിമാലയം എവിടെയാണെന്നും ഹിമാലയം എവിടെയാണെന്നും കിഴക്കൻ മലനിരകൾ എവിടെയാണെന്നും എന്ത് ചെയ്യാം? അടയാളപ്പെടുത്തി കൊണ്ടുവരാം. ഞാൻ ഓഫ്ലൈനിലെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് ബോർഡിൽ പടം വരച്ചിട്ട് പല സ്കെച്ച് പെൻസ് ഉണ്ടല്ലോ, മാർക്കർ പെൻ, അതുകൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. കാരക്കോറവും ലഡാക്കും സസ്കറും ഒക്കെ. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഷെയർ ചെയ്യാം. അങ്ങനെ മതിയോ? അപ്പൊ വരച്ചാ മതി കേട്ടോ. പിക്ചർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആവും എന്നല്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറ്റുള്ളൂ. ഒന്നുകൂടി പറഞ്ഞു തരാം അടുത്ത ക്ലാസ്സിൽ. എന്തായാലും നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഒരു പടം വരച്ചിട്ട് അതൊന്ന് ക്ലിയർ ആക്കാം. അങ്ങനെ മതിയല്ലോ? അങ്ങനെ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഡിഫറെന്റ് ആയിട്ടുള്ള സ്കെച്ചസും കൊണ്ട് എന്ത് ചെയ്യാം? കാരക്കോറും ലഡാക്കും സസ്കറൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ മതി. ഓക്കെ, അപ്പോ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് കാരക്കോറമുണ്ട്, ലഡാക്ക് ഉണ്ട്, സസ്കർ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ഹിമാലയത്തിനെ 3 തട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ് ഹിമാലയത്തിന്റെ 3 എണ്ണം? ഹിമാദ്രി, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അങ്ങനെ 3 എണ്ണമായിട്ട് എന്ത് തിരിച്ചിട്ടുണ്ട്? ഹിമാലയത്തെയും നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഹിമാലയത്തിൽ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തണം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കിഴക്കൻ മലനിരകളാണ്. അത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ടതൊന്നുമില്ല. കാരണം ട്രാൻസ് ഹിമാലയമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. കിഴക്കൻ മലനിരകൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയാ, അതിന്റെ പേരുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മലനിരകളാണ് കിഴക്കൻ മലനിരകളിൽ പെടുന്നത്? അതിനകത്ത് ഒന്നാണ് പട്കായി ബൂ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ പൂർവാചലിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് പട്കായാണ്. അതാണ് ഇവിടെ പറയുന്നത്. പട്കായി ബൂവും അതുപോലെ തന്നെ നാഗാ കുന്നുകള്, ഗാരോ ഗാസി ജയന്തിയ കുന്നുകള്, മീസോ കുന്നുകളൊക്കെ എന്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്? അതൊക്കെ കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ടാണ് ഉള്ളത്. ഓക്കെ, ഒന്നും കൂടി പറയണം. കിഴക്കൻ മലനിരകളിൽ പെടുന്നതാണ് പട്കായി ബൂം, നാഗാ കുന്നുകള്, ഗാസി ഗാരോ ജയന്തിയ കുന്നുകള്, അതുപോലെ തന്നെ മീസോ കുന്നുകളും വരും. ഓക്കെ, ഇനി ഉത്തരപർവ്വത മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. നമ്മൾ ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ? അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ത്? ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകൾ. അതെന്താണെന്നൊന്ന് പറയാം ആരെങ്കിലും? അറിയാമോ ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകള്? എന്താണ് അതിന്റെ പ്രത്യേകത? ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗം. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗം ഇന്ത്യയിൽ. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. പിന്നെന്താ? ഇന്ത്യയുടെ വടക്കു ഭാഗം. ഇന്ത്യയുടെ വടക്കു ഭാഗം. അതാണോ? സഞ്ചാരികളുടെ പറദീസ എന്നറിയപ്പെടുന്നു. ഞാൻ സവിശേഷതകളാണ് ചോദിച്ചത് കേട്ടോ, വിശേഷണങ്ങളല്ല, സവിശേഷതകൾ. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് സ്വാഭാവിക അതിർത്തിയായിട്ട് നിലകൊള്ളുന്നു. സ്വാഭാവിക അതിർത്തി ഉത്തരപർവ്വത മേഖല. സ്വാഭാവിക അതിർത്തി എന്ന് പറയുമ്പോ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്?
എന്തിനു വേണ്ടിയിട്ട് അതിർത്തിയായിട്ട് രൂപം കൊള്ളുന്നേ? മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അധിനിവേശങ്ങൾ തടയാൻ, അല്ലെ? മറ്റു രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? അവിടെയുള്ള അധിനിവേശങ്ങൾ അവരൊക്കെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഒരു മതില് പോലെ എന്ത് ചെയ്യാം, സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. ക്ലിയർ ആണോ? ആ ക്ലിയർ. സ്വാഭാവിക അതിർത്തിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്വാഭാവിക അതിർത്തിയായി സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അധിനിവേശങ്ങളെ തടയുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് എല്ലാവർക്കും അറിയാം, ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. കേട്ടോ, ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്യിപ്പിക്കുന്നു. ഓക്കെ, എന്താണ്? മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്യിപ്പിക്കുന്നു. കേട്ടോ, ഉത്തരേന്ത്യയിൽ എന്താണ്? മഴ പെയ്യിപ്പിക്കുന്നു. എന്തിനെ തടഞ്ഞു നിർത്തി? മൺസൂൺ കാറ്റുകളെ, വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന മൺസൂൺ കാറ്റുകളെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഉത്തരേന്ത്യയിൽ മൊത്തം മഴ പെയ്യിപ്പിക്കുന്നു. ഇനി നാലാമത്തേത് ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. നമുക്കറിയാം അല്ലെ, മുകളിലോട്ട്, അതായത് ടോപ്പ് മോസ്റ്റ് പോകുന്തോറും എന്താണ്? തണുപ്പാണ് അല്ലെ. ഭയങ്കരമായിട്ടുള്ള തണുപ്പുള്ള രാജ്യങ്ങളാണ് നമ്മള് വടക്കോട്ടൊക്കെ പോകുമ്പോൾ കാണപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ശീതക്കാറ്റുണ്ട്, തണുത്ത കാറ്റുകളുണ്ട്. ആ കാറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തുന്നു. അപ്പൊ തടഞ്ഞു നിർത്തുമ്പോ എന്താണ്? അത് കാലാവസ്ഥയെ സംരക്ഷിക്കുന്നു. നമുക്ക് എന്താണ്, നമുക്ക് എന്താ പറയാ, ഒരു എന്താ പറയാ, സ്ഥിരമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഇല്ലല്ലോ. നമുക്ക് പല പല കാലാവസ്ഥകൾ മാറി മാറി വരുമല്ലോ. എപ്പോഴും തണുപ്പില്ല, എപ്പോഴും ചൂടില്ല, അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഉത്തരേന്ത്യയിൽ അതായത് ആ വടക്ക് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു തണുത്ത കാറ്റുണ്ടല്ലോ, ശീതക്കാറ്റുണ്ടല്ലോ, അതിനെയൊക്കെ തടഞ്ഞു നിർത്തും എന്ന് പറയും. അതുപോലെ തന്നെ വേറൊന്നാണ് വൈവിധ്യമാർന്ന സസ്യജന്തുജാലം. നമുക്കറിയാം ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതയാണ് ധാരാളം ഓക്ക് മരങ്ങള്, പൈൻ മരങ്ങളൊക്കെ എവിടെയുണ്ട്? ഉത്തരപർവ്വത മേഖലയിലാണ് കാണപ്പെടുന്നത്. കേട്ടോ, രാമായണം പോലുള്ള അല്ലെങ്കിൽ മഹാഭാരതം പോലുള്ള സീരിയലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എന്താ പറയാ, അവിടേക്ക് ഇങ്ങനെ എന്താ പറയാ, രാജാക്കന്മാരും രാജകുമാരിമാരൊക്കെ നടക്കുന്നത് ആ മരത്തിന്റെ ഒക്കെ കീഴിലാണ്. പാട്ടൊക്കെ ഉണ്ടാവുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ ഉയരം കൂടിയ മരങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് അല്ലെ? ആ, ഉയരം കൂടിയ മരങ്ങളുടെ ഇടയിലാണ് അവര് എന്താ പറയാ, കഥയിലെ സീനൊക്കെ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള മരങ്ങളൊക്കെ കാണപ്പെടുന്ന ഓക്ക്, പൈൻ, ദേവദാരു, അങ്ങനെ സ്പ്രൂട്ട് പോലുള്ള മരങ്ങളൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു ഉത്തരപർവ്വത മേഖലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് വൈവിധ്യമാർന്ന സസ്യജന്തുജാലം എന്ന് പറയുന്നത്. കേട്ടോ, അപ്പോ ഞാനിപ്പോ 5 സവിശേഷതകളാണ് പറഞ്ഞത്. ആദ്യത്തേത് സ്വാഭാവിക അതിർത്തിയായിട്ട് നിലകൊള്ളുന്നു. 2, ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. 3, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്യിക്കുന്നു. 4, ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തി കാലാവസ്ഥയെ സംരക്ഷിക്കുന്നു. 5, വൈവിധ്യമാർന്ന സസ്യജന്തു ജാലങ്ങൾ. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു ട്രാൻസ് ഹിമാലയം. പിന്നെ പറയാൻ പോകുന്നത് ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ടാണ്. അതിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതിനകത്ത് കാരക്കോറം പർവ്വതനിരയെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. കേട്ടോ, എന്തറിയാം നിങ്ങൾക്ക് കാരക്കോറത്തെ കുറിച്ചിട്ട്? ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ആ, ഓക്കെ, ശരിയാണ്. പിന്നെ കാരക്കോറം പർവ്വതനിര 3 സ്ഥലങ്ങളുമായിട്ട് അതിർത്തി, അതായത് 3 രാജ്യങ്ങളുടെ അതിർത്തിയായിട്ടാണ് നിലകൊള്ളുന്നത് കാരക്കോറം. ഏതൊക്കെ രാജ്യങ്ങളാണ് വരിക? അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇന്ത്യ. അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇന്ത്യ. പിന്നെ പാകിസ്ഥാനോ? പാകിസ്ഥാൻ വരില്ലേ? ആ വരും. പാകിസ്ഥാനും പിന്നെ ഇന്ത്യ. കേട്ടോ,
ഇത്രയും രാജ്യങ്ങളുടെ അതിർത്തിയായിട്ടാണ് എന്ത് നിലകൊള്ളുന്നത്? കാരക്കോറം നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ കാരക്കോറം പർവ്വതനിരയുടെ മറ്റൊരു പേര്, പഴയ കാലത്ത് അറിയപ്പെടുന്ന പേരാണ് കൃഷ്ണഗിരി. കൃഷ്ണഗിരി എന്നാണ് കാരക്കോറം പർവ്വതനിര അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. ഇനി കാരക്കോറം പർവ്വതനിര കൂടുതലായിട്ടും മെജോറിറ്റി അതായത് കൂടുതലായിട്ടും കാണപ്പെടുന്ന സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് കേട്ടോ. പാകിസ്ഥാനാണ്. ഇവിടെ നേരത്തെ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ എന്ന്? അഫ്ഗാനിസ്ഥാൻ എഴുതാൻ വരട്ടെ കേട്ടോ. അതൊരു ഡൗട്ട് ഉണ്ട്, അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണോ എന്ന് കേട്ടോ. കൂടുതലായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഇതിന്റെയൊക്കെ അതിർത്തിയായിട്ടാണ് കാരക്കോറം സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്, മെജോറിറ്റി കേട്ടോ. അതിനകത്ത് ഗിൽജിത്ത് ബൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നല്ല രീതിയിൽ കാണപ്പെടുക, ദൃശ്യമാവുക കേട്ടോ, കാരക്കോറം പർവ്വതനിര. നമുക്കറിയാം, നിങ്ങള് ഗിൽജിത്ത് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ അറിയാം, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണപ്പെടുന്നത്. ഗിൽജിത്ത് ഗൂഗിളിലൊന്ന് അടിച്ചു വെക്കാൻ മതി, ഗിൽജിത്ത് ബൾട്ടിസ്ഥാൻ കേട്ടോ. ഈ രണ്ട് സ്ഥലങ്ങളും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ ആ ഒരു സ്ഥലത്താണ് കൂടുതലും, മെജോറിറ്റി പാകിസ്ഥാനിലാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ദൃശ്യമാകുക, കാരക്കോറം ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് ഗിൽജിത്തിനും ബൾട്ടിസ്ഥാനും ഇടയിലുള്ള സ്ഥലത്താണ് കേട്ടോ. ഓക്കെ. അപ്പോ അഫ്ഗാനിസ്ഥാന്റെ കാര്യം ഒന്നും കൂടി നോക്കിയിട്ട് പറയാം കേട്ടോ. അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്, കുറച്ച് ഭാഗം മാത്രമാണ് വരുന്നത് കേട്ടോ. അതിപ്പോ എഴുതാൻ വരട്ടെ. ഇനി കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി ഏതായിരുന്നു? ഓക്കെ, സിയാച്ചിനാണ്. ഇനി രണ്ടാമത്തെ ഹിമാനി മൗണ്ട് കേറ്റു. അല്ല, ബയോഫെ ഹിമാനി. ബയോഫെ എന്നാണ് കേട്ടോ. ബയോഫെ ഹിമാനി അതാണ് രണ്ടാമത്തേത്. ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതാണ്, മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണെന്ത്? കാരക്കോറം എന്ന് പറയും. ഇനി മൗണ്ട് കേറ്റുവിന്റെ മറ്റ് രണ്ട് പേരുകൾ ഒന്ന് പറയാമോ നിങ്ങൾക്ക്? ഗോഡ്വിൻ ഓസ്റ്റിൻ ശരിയാണ്, മൗണ്ട് കേറ്റു. അതുപോലെ തന്നെ ഇനി പ്രാദേശികമായിട്ടുള്ള പേരുകളുണ്ട് മൗണ്ട് കേറ്റുവിന്. പ്രാദേശികമായിട്ടുള്ള പേരുകളുണ്ട്. കാരക്കോറം പർവ്വതനിരയിലുള്ള അവിടെയുള്ള എന്താ പറയാ, ആ ഭാഗത്തൊക്കെ ജീവിക്കുന്ന ആളുകള് അതിനെ അങ്ങനെയാ വിളിക്കുക. രണ്ട് പേരുകളില് ഞാൻ കേട്ടിട്ടുണ്ടാവും. ദാപ്സാങ്ങും ലാംബ പഹാറും കേട്ടിട്ടുണ്ടാവും? ഇല്ല അല്ലെ? ദാപ്സാങ്, ലാംബ പഹാർ, അതാണ് രണ്ട് പേരുകൾ കേട്ടോ. ഓക്കെ. പറയത് ദാപ്സാങ് ഞാൻ ടൈപ്പ് ചെയ്തതാ കേട്ടോ. ദാപ്സാങ്, ലാംബ പഹാർ. ഓക്കെ, ദാപ്സാങ്ങും ലാംബ പഹാറും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ലഡാക്ക് റീജിയൻ കാരക്കോറത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇന്ത്യയുടെ ലഡാക്ക് റീജിയൻ, ഓക്കെ, ലഡാക്ക് വരുന്ന ആ ഒരു ഭൂപ്രദേശം ഉണ്ടല്ലോ, അത് കാരക്കോറത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ചൈനയുടെ ഭാഗമായിട്ടുള്ള അക്സായ് ചിൻ, അതും കാരക്കോറത്തിന്റെ ഭാഗമാണ്. അക്സായ് ചിൻ കേട്ടോ, അക്സായ് ചിൻ അത് കാരക്കോറത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി കാരക്കോറം ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത് എവിടെ? ഞാൻ പറഞ്ഞേ, ഏത് സ്ഥലമാണ്? പാകിസ്ഥാനിലെ രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിൽജിത്തും ബൾട്ടിസ്ഥാൻ. ഗിൽജിത്തും
ബൽട്ടിസ്ഥാനുമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ലഡാക്ക് പർവ്വതനിരയാണ്. ലഡാക്ക് പർവ്വതനിര ഏത് ഭാഗത്തായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക് കാരക്കോറത്തിന് താഴെയായിട്ട്. കാരക്കോറത്തിന് തെക്ക്. ഏത് ഭാഗത്തായിരിക്കും? കാരക്കോറത്തിന് തെക്ക് ഭാഗത്തായിട്ട്. കാരക്കോറത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ലിറ്റിൽ ടിബറ്റ് ചുരങ്ങളുടെ നാട്, ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നതാണത് ലഡാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലിറ്റിൽ ടിബറ്റ് ചുരങ്ങളുടെ നാട്, ഇന്ത്യയിലെ ശീത മരുഭൂമി. ഓക്കെ, മനസ്സിലായോ? പറയോ? ഇത്രയും ഇല്ല, ഇനി ഉണ്ട്. ഞാൻ ഈ ഉത്തരപർവ്വത മേഖലയുടെ നോട്ട് അടുത്ത ക്ലാസ്സിലേ തരുള്ളൂ കേട്ടോ. കാരണം ആ ഒരു പിക്ചർ മാപ്പ് പേരുകൾ ഒന്നുകൂടി പറയോ മിസ്സേ? ലിറ്റിൽ ടിബറ്റ്, ആ പേരുകൾ ഒന്നുകൂടി പറയോ? ലിറ്റിൽ ടിബറ്റ് ചുരങ്ങളുടെ നാട്, ഇന്ത്യയിലെ ശീത മരുഭൂമി. ലഡാക്കല്ലേ? ലഡാക്ക്. ലഡാക്കല്ലേ? ലഡാക്ക്. ഞാൻ ഈ കാരക്കോറത്തിന്റെ നോട്ട് അടുത്ത ക്ലാസ്സിൽ തരുള്ളൂ കേട്ടോ. ഇന്ന് കൊടുക്കില്ല, കാരണം ആ മാപ്പ് വരച്ചിട്ട് ക്ലിയർ ആയതിനു ശേഷം മാത്രം എന്ത് നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ലെക്ചർ നോട്ട് അല്ലെങ്കിൽ നോട്ട് പോലെ എഴുതുന്നുണ്ടെങ്കിൽ അത് എഴുതിക്കോളൂ. വേറെ ആളുകള് ഞാനിവിടെ കൊടുക്കുമല്ലോ, ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ, ക്ലാസ് റൂമിൽ കിട്ടുമല്ലോ. അങ്ങനെ കൊടുക്കുന്ന നോട്ട് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് എഴുതിയാൽ മതി. പറഞ്ഞ മനസ്സിലായോ? അതായത് മാപ്പ് വരച്ചതിന് ശേഷം, മാപ്പ് ഞാൻ കാണിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? കാരക്കോറത്തിനെയും ലഡാക്കിനെയും കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് എഴുതിയാൽ മതി. എന്നാൽ മാത്രമേ അത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. അത് അടയാളപ്പെടുത്തിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അങ്ങനെയായിട്ട് എഴുതിയാൽ മതി. മാത്സിലൊക്കെ കാണിക്കുന്ന വൈറ്റ് ബോർഡിൽ ചെയ്യാൻ പറ്റില്ലേ? എന്താ മാത്സിലൊക്കെ ചെയ്യണ പോലെ വൈറ്റ് ബോർഡിൽ വരയ്ക്കാൻ പറ്റില്ല? ചെയ്യാൻ പറ്റില്ല മോളെ, ഇത് കിട്ടില്ല. കൊറേ എഴുതാനും വരയ്ക്കാനൊക്കെ ഇല്ലേ? ഒരൊറ്റ മാപ്പായിട്ട് വരക്കണ്ടേ? മാത്സ് ചെയ്യുമ്പോ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇറേസർ വെച്ച് കളയാലോ. ഇത് പക്ഷെ അങ്ങനെ പറ്റില്ല. അതാണ് കേട്ടോ. ഞാൻ ഇത് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ചെയ്ത് നോക്കാം ഇനിയുള്ള ക്ലാസ്സുകളില്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, വരച്ചിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ നോട്ട് ഇല്ലാത്തവരുണ്ടോ? ഇതിന്റെ നോട്ട് ഞാൻ കൊടുക്കണോ? ഈ മറ്റേ നമ്മളെ ഉപഭൂഖണ്ഡമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ നോട്ടുണ്ട് മിസ്. ഉണ്ട്, എഴുതിയിട്ടുണ്ട് അല്ലേ? എന്നാലും ഞാൻ കൊടുത്തേക്കാം. ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ, എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാരക്കോറം പറഞ്ഞു. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ മാപ്പ് വരച്ചിട്ട് ഒന്നും കൂടി പറഞ്ഞു തരാം. ബാക്കിയുള്ള പർവ്വത നിരകളൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ നദി ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇന്ത്യൻ നദികളില്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കേരള ജോഗ്രഫിയിലോട്ട് പോകാം. ഓക്കെ, കുറച്ചും കൂടി ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫി തീർന്നിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. കേരള ജോഗ്രഫിയും കവർ ചെയ്ത് പോണം. എക്സാം അല്ലേ ഇനി വരുന്നത്. അപ്പോ ആദ്യം കുറച്ചു പേർക്ക് അടുത്ത മാസം ആയിരിക്കും എക്സാം, കുറച്ചു പേർക്ക് കൂടുതൽ സമയമുണ്ട്. അപ്പൊ അത് കവർ ചെയ്ത് പെട്ടെന്ന് ഇന്ത്യൻ ജോഗ്രഫി മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. എക്സാം ഉള്ളവർക്കൊക്കെ പിന്നെ കിട്ടില്ലല്ലോ ആ സമയത്ത്. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ വന്ന് അതും ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്നോട് കോപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അവർക്ക് കിട്ടാതിരിക്കരുതല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് പഠിക്കാം, പിന്നെ ഒരു നദി കംപ്ലീറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വനങ്ങളിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ മിസ്, താങ്ക് യു മിസ്.